CPIM-ലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് എന്നൊക്കെ നമ്മൾ എല്ലാവരോടും ചോദിക്കാറുണ്ട്. പക്ഷേ അത് പലർക്കും പലതാണെങ്കിലും അതിൽ വന്നതിന് ശേഷം മുഴുവൻ സമയ പ്രവർത്തകനായി നിൽക്കാം എന്ന തീരുമാനം അത് ഏതെങ്കിലും പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങയെ സംബന്ധിച്ച് വലിയ വിദ്യാഭ്യാസവും നല്ലൊരു തൊഴിലും ഒക്കെ ഉള്ള ഒരാളാണ്. എന്തെങ്കിലും ഒരു ഫാക്ടർ അതിൻ്റെ പുറകിലുണ്ടോ? അച്ഛൻ കുറച്ച് നേരത്തെ മരണപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തോടുള്ള എൻ്റെ ഒരു വലിയ ഇഷ്ടത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കണം പാർട്ടിയാണ് തുടക്കത്തിൽ. എൻ്റെ ഓർമ്മ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് KSF എനിക്ക് തിരിച്ചറിയാം. ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ SFIയുടെ മെമ്പർഷിപ്പും പ്രവർത്തനവും തുടങ്ങി. അങ്ങേക്ക് ഈ വക്കീൽ പണി നിയമസഭയിൽ സഹായിച്ചിട്ടുണ്ടോ? ചില ഇടപെടലുകൾ നടത്താനോ ഒക്കെ? പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നൊരു പ്രചരണം ചില ആളുകൾ അഴിച്ചുവിടുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കിയത് ഏതാണ്ട് 2000 കോടിയോളം രൂപയുടെ പ്രവർത്തനമാണ് ആ ഒരു മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. ദേഷ്യമില്ല, അത് രാഷ്ട്രീയ പ്രേരിതമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് എന്ന് മാത്രം ഞാനും കാണുന്നുള്ളൂ. ജനങ്ങളും അതേ കാണുന്നുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ഈ പൊന്മുടിയിലേക്ക് പോകുന്ന ഒരു കാട്ടിലൂടെ പോകുന്ന റോഡുണ്ട്, അത് ഫീസിബിൾ അല്ലാത്തതുകൊണ്ടും ഫണ്ട് അനുവദിച്ചാലും ചെയ്യാൻ കഴിയാത്ത ഫോറസ്റ്റിൻ്റെ തടസ്സങ്ങളുള്ളത് കൊണ്ടും ബാക്കിയുണ്ടെന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ PWD റോഡുകളും BMN/BC നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി അതാണ്. അത് എൻ്റെ മണ്ഡലത്തിലും വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ ആ മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരം എനിക്ക് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ കേരളത്തെ അവമാനിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വലിയ തോതിലാണ് വരുന്നത്. അത് നമുക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുകയും പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്.